ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബ്രസ്റ്റ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ആദ്യമായി ചിക്കൻ ബ്രസ്റ്റ് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഞാൻ 2 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് നല്ലപോലെ കഴുകുക. അതിനുശേഷം ഒരു സൈഡിലേക്ക് വെക്കുക. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ചിക്കൻ ബ്രസ്റ്റിൻ്റെ 2 സൈഡിലുള്ള വെള്ളം നമ്മൾ തുടച്ച് മാറ്റേണ്ടതാണ്. വെള്ളം കുറച്ച് പോലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസുകൾ അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരും. വീട്ടിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം 2 പ്ലാസ്റ്റിക് കവർ എടുക്കുക. ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു റോൾ എടുത്ത് അത് പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ചിക്കന് ചില സൈഡിൽ കട്ടി കൂടുതലായിരിക്കും, ചില സൈഡിൽ കട്ടി കുറവായിരിക്കും. എല്ലാം ഒരേ ലെവലിൽ വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഫ്രൈ ആകുമ്പോൾ ഈക്വലായിട്ട് ഫ്രൈ ആയിക്കോളും. ഇല്ലെങ്കിൽ ഒരു സൈഡ് വെന്ത് ഒരു സൈഡ് വേകാതെ വരും. അതിന് വേണ്ടിയാണ്. അതിനുശേഷം ഒരു ഫോർക്ക് എടുത്തിട്ട് നമ്മൾ ഇത് ഹോൾസ് ഉണ്ടാക്കുക, കുത്തുക. ഇത് 2 സൈഡും നന്നായിട്ട് ഹോൾസ് ഉണ്ടാക്കുക. ഈ ഹോൾസ് ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം ചിക്കൻ മസാല, നമ്മൾ അപ്ലൈ ചെയ്യുന്ന മസാല ഇതിലേക്ക് ഇറങ്ങി നന്നായിട്ട് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ബ്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് സോൾട്ടും പെപ്പർ പൗഡറും ഒലിവ് ഓയിലുമാണ്. ഇത് നമ്മൾ ശരിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം ഉപ്പ് തേക്കുക, അതിനുശേഷം പെപ്പർ പൗഡർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം പ്ലാസ്റ്റിക് ഫോയിൽ ഉപയോഗിച്ചിട്ട് നമ്മളത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റുക. 20 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ മാരിനേഷൻ പൂർത്തിയാകാറായിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നു. ഫ്രൈ പാൻ നമ്മൾ വെക്കുന്നു. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കാം. വീട്ടിൽ ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ കുഴപ്പമില്ല, വേറെ ഏത് ഓയിലായാലും മതി. ഒലിവ് ഓയിൽ ഒഴിക്കണമെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒലിവ് ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഈ ചൂടായതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെക്കാൻ പോവുകയാണ്. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം വളരെ ലോയിലായിരിക്കണം. ഇതിന് ശേഷം നമ്മളൊരു കുക്കിംഗ് ബ്രഷ് എടുത്തിട്ട് ഈ സൈഡിലുള്ള ഓയിൽ നമ്മൾ ഈ ചിക്കൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരേ നല്ല കളറും ഉണ്ടാവും, പ്ലസ് ചിക്കൻ ബോയിലായിക്കൊണ്ടിരിക്കും. ഇവിടെ മുകളിൽ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 10% ബോയിലായിക്കൊണ്ടിരിക്കും. അപ്പോൾ നല്ല ഇതായിരിക്കും കാണാൻ വേണ്ടി. നമ്മളിത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചിക്കൻ ഓരോ സൈഡും 4 മിനിറ്റ് വീതം നമ്മൾ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിടുവാണ്. 2 സൈഡും 4 മിനിറ്റ് വീതം, ടോട്ടൽ 8 മിനിറ്റാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത്. കുക്കിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ടൈം കീപ്പപ്പ് ചെയ്യുക എന്നുള്ളത്. വീണ്ടും നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള ഓയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ലോ ഫ്ലെയിം ആയിരിക്കണം, ഹൈ ഫ്ലെയിം ആകാൻ പാടില്ല. ഇപ്പോൾ 2 സൈഡും കഴിഞ്ഞ് 8 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഒന്ന്
സെർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയ പീസുകളാക്കി ഞുറുക്കിയെടുക്കാം. ഈ ഞുറുക്കിയെടുക്കുന്ന പീസ് നമുക്ക് മയോനൈസായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് വളരെ ടെൻഡറാണ്, വളരെ ജ്യൂസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഇനിയും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടനെ എത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത് കണ്ടോ, ഇതുപോലെ ആയിരിക്കും, ജ്യൂസി ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ മെസ്സേജുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മെസ്സേജായിട്ട് അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.